വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗോസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ആപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയർ. ഇതിപ്പോൾ നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയർ അല്ലേ, കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെന്ന് വിചാരിച്ചോ. കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയറാണ്. സോളിഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഉള്ള ഹോളോ അല്ല അല്ലേ. ഇത് കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെന്ന് വിചാരിച്ചോ. കണ്ടക്റ്റിംഗ് സ്ഫിയർ ആകുമ്പം ചാർജ് സർഫസിൽ മാത്രമേ ഉണ്ടാവൂ. കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി ഓൺ സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഹോളോ സ്ഫിയറിൻ്റെ ഇതിപ്പോൾ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയർ ആണ്, പക്ഷേ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ ചാർജ് സർഫസിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോളോ സ്ഫിയറിൻ്റെ കേസ് ചെയ്തില്ലേ, അതിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഇൻസൈഡ് 0 ആയിരുന്നു അല്ലേ. അതേ ഇക്വേഷൻസ് തന്നെയാണ് കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ കേസിൽ. കാരണം കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ കേസിൽ ചാർജ് റിസൈഡ്സ് ഓൺലി ഓൺ സർഫസ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, ഹോളോ സ്ഫിയറിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ ഇത് നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയർ ആണ്. നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയർ. അപ്പോൾ സംഭവം ഇതൊരു സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയർ ആണ്, നോൺ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ചാർജ് സർഫസിലും ഉണ്ടാവും, ചാർജ് സർഫസിലും ഉണ്ടാവും, ഉള്ളിലും ഉണ്ടാവും. സർഫസിലും ചാർജ് ഉണ്ടാവും, ഉള്ളിലും ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതേതാ ഡിസ്ട്രിബ്യൂഷൻ? വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. സർഫസിലും ഇൻസൈഡിലും ഒക്കെ ചാർജ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ ഔട്ട്സൈഡ്, അതുപോലെ ഓൺ ദ സർഫസ്, അതുപോലെ ഇൻസൈഡ്, 3 സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവാണ്. ഓക്കെ, ഇതിനകത്തുള്ള മൊത്തം ചാർജിനെ ഞാൻ ക്യൂ എന്ന് വിളിച്ചു. പക്ഷേ ക്യൂ ഒരു പോയിന്റ് ചാർജ് അല്ല, ഇതിലുള്ള ടോട്ടൽ ചാർജിനെ നമ്മൾ ക്യൂ എന്ന് വിളിക്കുന്നതാണ്. ഇതിൻ്റെ റേഡിയസ് ആയിട്ട് നമ്മൾ R എടുത്തു. ഇനി ഔട്ട്സൈഡിലുള്ള ഫീൽഡാണ് കാണുന്നത്, ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. അപ്പോൾ അതിലൂടെ ഒരു ഗോസിയൻ സർഫസ് വരക്കണം അല്ലേ. ഇതുമായിട്ട് സിമെട്രി കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഗോസിയൻ സർഫസ് വരക്കണം. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് r. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡിലുള്ള ഫീൽഡ് കാണുമ്പോൾ r ഗ്രേറ്റർ ദാൻ R ആണ്. ഗോസിയൻ സർഫസ് ഔട്ട്സൈഡിലാണ് വരക്കേണ്ടത്. ഔട്ട്സൈഡിലുള്ള ഫീൽഡ് കാണാൻ ഔട്ട്സൈഡിൽ വരക്കണം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മളൊരു സ്മോൾ ഏരിയ എടുത്തു, ds. എന്നിട്ട് അവിടെ ഒരു ഏരിയ വെക്ടർ വരക്കണം. ഏരിയ വെക്ടർ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഏരിയ വെക്ടർ വരച്ചു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക ഇങ്ങനെ പോസ്റ്റ് ചാർജ് ആയതുകൊണ്ട് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനിലാണ്, അതുകൊണ്ട് θ 0 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിലും ഒരേ മെത്തേഡ് തന്നെയല്ലേ. ആദ്യം ഈ സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ ds. അത് കാണാൻ ഈ ds cos θ എന്നായിരുന്നു ഇക്വേഷൻ. എന്തായാലും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. എന്തായിരുന്നു സംഭവം? ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ. ഇവിടെ θ 0 ഡിഗ്രി ആണ്. θ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ cos 0 1 ആണ്. അപ്പോൾ ഇത് EDS ആണ്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ. ദർഫോർ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിലൂടെ ഇതിലൂടെ പോയ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, ഇതിലൂടെയെല്ലാം പോയ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അല്ലേ. ഗോസിയൻ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ഇത് സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ EDS വരും. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് കൊടുക്കാം, കാരണം ഇതൊരു സ്ഫിയർ ആണ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഇതാണ് അതിലൂടെ പോയ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിലെല്ലാടെയും, ഗോസിയൻ സർഫസിൻ്റെ മുകളിലെല്ലാടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അല്ല, സിമെട്രിക്കൽ ആയതുകൊണ്ട് എല്ലാ ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ടേക്ക് ഔട്ട്സൈഡ് E ഇൻറ്റു ഇൻ്റഗ്രൽ ds. ds എന്ന് വെച്ചാൽ സ്മോൾ ഏരിയ ആണ്. സ്മോൾ ഏരിയ ഇവിടെ ഗോസിയൻ സർഫസിൻ്റെ മുകളിലുള്ള സ്മോൾ ഏരിയ ആണ്. ഗോസിയൻ സർഫസിൻ്റെ മുകളിലുള്ള സ്മോൾ ഏരിയ ആണ് ds. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ് ds ഉള്ളത്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഗോസിയൻ സർഫസിൻ്റെ ഫുൾ ഏരിയ കിട്ടും. അത് സ്ഫിയർ ആയതുകൊണ്ട് ഗോസിയൻ സർഫസിൻ്റെ ഫുൾ ഏരിയ
ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ. അപ്പോൾ റേഡിയസ് സ്മോളർ ആണ്, 4πr² വരും. ഇനി എന്താണ് ഗോസസ് തിയറം? ബൈ ഗോസസ് തിയറം, ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നായിരുന്നു. എന്തായിരുന്നു ചാർജ് എൻക്ലോസ്ഡ്? ചാർജ് എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ്. ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ മൊത്തം ചാർജ് ക്യൂ ആണ്. പോയിന്റ് ചാർജ് അല്ല, മൊത്തം ചാർജ് ക്യൂ ആണ്. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ചാർജ് തന്നെ, ക്യൂ തന്നെ. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ക്യൂ തന്നെ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് ഇതാണ്, ഇൻറ്റു 4πr² ഈക്വൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ്. ഇതിൻ്റെ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ്, ഈ മൊത്തം ചാർജ് ക്യൂ ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ സാധാരണ ഇക്വേഷൻ തന്നെ 1/4πε0 r² ടേക്ക് ദാറ്റ് സൈഡ്, സോ Q/r². അപ്പോൾ ഇത് ഏതുപോലത്തെ ഇക്വേഷൻ ആണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല പോയിന്റ് ചാർജിൻ്റെ പോലെയുള്ള അതേ ഫോർമുലയാണ്. പക്ഷേ ക്യൂ ഈസ് നോട്ട് എ പോയിന്റ് ചാർജ്. ക്യൂ എന്ന് പറയുന്നത് പോയിന്റ് ചാർജ് അല്ല, ഇതിലുള്ള മൊത്തം ചാർജാണ് ക്യൂ. ക്യൂവിനെ എങ്ങനെ മാറ്റാം? ഇത് സർഫസിലും ചാർജ് ഉണ്ട്, ഉള്ളിലും ചാർജ് ഉണ്ട് അല്ലേ? സോ ഇറ്റ് ഈസ് എ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾ റോ ആണ് എടുക്കേണ്ടത്. റോ, അതിൻ്റെ പേരാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി റോ. വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ വോളിയം ആയിരുന്നു. അപ്പോൾ ചാർജ് ഈക്വൽ ടു വി റോ വരും. വി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചാർജ് കാണുമ്പോൾ ഏത് വോളിയം എടുക്കേണ്ടത്? ഇതിനാണ് ചാർജ് ഉള്ളത്, ഇതിനകത്താണ് ചാർജ് ഉള്ളത്, ക്യാപിറ്റൽ ആർ റേഡിയസിൽ ഇതിനകത്താണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ നമ്മൾ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്മോൾ ആർ എടുത്തത്, കാരണം ഡി എസ് ഉള്ളത് ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ്. ചാർജ് കാണുമ്പോൾ ചാർജ് ഉള്ളത് ഇതിനകത്താണ്, അപ്പോൾ ഈ റേഡിയസ് എടുക്കണ്ട, ക്യാപിറ്റൽ ആർ. അപ്പോൾ വോളിയം എടുക്കുമ്പോൾ 4/3π ചാർജ് കിടക്കുന്നത് ഈ റേഡിയസിലാണ്. അപ്പോൾ 4/3πr³. ചാർജ് കാണുമ്പോൾ ക്യാപിറ്റൽ ആർ എടുക്കേണ്ടത്, ഇതിലാണ് ചാർജ് ഉള്ളത്. 4/3πr³ ആണ് വോളിയം ഇൻറ്റു റോ. അതിവിടെ കൊടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 ക്യൂവിന് പകരം 4/3π ക്യാപിറ്റൽ R³ റോ ബൈ ഇവിടെ സ്മോൾ r² ഉണ്ട്. ക്യൂവിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 4π ക്യാൻസൽ. സോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ക്യാപിറ്റൽ R³ റോ ബൈ 3r²ε0 ഇങ്ങനെ വരും. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² വരും ഔട്ട്സൈഡിൽ. ഔട്ട്സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². അകലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്, പോയിന്റ് ചാർജ് പോലെ തന്നെ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഓൺ ദ സർഫസ് ചെയ്യുകയാണെങ്കിലോ? ഓൺ ദ സർഫസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇവിടെ ഗോസിയൻ സർഫസ് വരച്ചു അല്ലേ? ഇവിടെയുള്ളത് കാണാൻ അവിടെ എന്തെടുക്കണം? ഗോസിയൻ സർഫസ് വരക്കണം അല്ലേ? അപ്പോൾ ഓൺ ദ സർഫസ് കാണാനോ? ഓൺ ദ സർഫസ് കാണാൻ അവിടെ വരക്കണം ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അപ്പോൾ ഓൺ ദ സർഫസ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇവിടെ തന്നെ ഗോസിയൻ സർഫസ് വരക്കണം. അപ്പോൾ ഗോസിയൻ സർഫസ് ഇവിടെ തന്നെ വരച്ചാൽ അതിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഇത് തന്നെയല്ലേ? അപ്പോൾ ഗോസിയൻ സർഫസ് ഇവിടെ തന്നെ വരച്ചാൽ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും എന്താവും? ഈക്വൽ ആവും. അപ്പോൾ ഓൺ ദ സർഫസ് ആകുമ്പോൾ സ്മോൾ ആർ ഈക്വൽ ടു ഇതാ. ഇവിടെ വരക്കുമ്പോൾ ഇതാണ് റേഡിയസ് ആ സ്മോൾ ആർ, ഇവിടെ വരക്കുമ്പോൾ ഇതിൻ്റെ റേഡിയസ് ആ സ്മോൾ ആർ. ഗോസിയൻ സർഫസ് ഓൺ ദ സർഫസ് എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത് അവിടെയാണ് ഗോസിയൻ സർഫസ് വരക്കേണ്ടത്. അപ്പോൾ ഓൺ ദ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസും ഇതിൻ്റെ റേഡിയസും സെയിം ആവും. എന്നുള്ള സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ഈക്വൽ ആവും. അപ്പോൾ ഓൺ ദ സർഫസ് ആകുമ്പോൾ സ്മോൾ ആർ ഈക്വൽ ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഈ ഫോമിൽ എന്താവും? ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ വരും. അപ്പോൾ ക്യാപിറ്റൽ R² വരും. ഈ ഫോമിലാണെങ്കിലോ ഈ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ വരും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ R² ആവും. ക്യാപിറ്റൽ R² ആകുമ്പോൾ R² ഇതും പോകും, ഒരു ആറ് ബാക്കി ഉണ്ടാവും, ഒരു ക്യാപിറ്റൽ ആർ ബാക്കി ഉണ്ടാവും. സോ ക്യാപിറ്റൽ ആർ റോ ബൈ ഇതും കട്ടായി പോവല്ലോ, ബൈ 3ε0 വരിക. ഇതാണ് ഓൺ ദ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഓൺ ദ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഔട്ട്സൈഡ് ഇങ്ങനെ, ഔട്ട്സൈഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². ഓൺ ദ സർഫസിൽ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇൻസൈഡിലുള്ള, ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് കണ്ടുപിടിക്കണം. ഇൻസൈഡ് കണ്ടുപിടിക്കുമ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ. അപ്പോൾ ചാർജ് മൊത്തത്തിൽ സർഫസിലും ചാർജ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലും ചാർജ് ഉണ്ട്. സോ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഈ ക്യാപിറ്റൽ ആർ റേഡിയസിലുള്ള മൊത്തം ചാർജ് ആയിരുന്നു ക്യൂ അല്ലേ. ഓക്കെ. അപ്പോൾ ഇൻസൈഡ് ചെയ്യാൻ എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണോ കാണുന്നത് അവിടെ നമ്മൾ ഗോസിയൻ സർഫസ് വരക്കണം. ഇപ്പം നമ്മൾ ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇൻസൈഡിൽ നമ്മൾ ഗോസിയൻ സർഫസ് വരച്ചു. ഇതാണ് ഇപ്പോഴത്തെ ഗോസിയൻ സർഫസ്. അത് ഇൻസൈഡിൽ വരച്ചു. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആയിരുന്നു സ്മോൾ ആർ. എന്നിട്ട് ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ സ്മോൾ ഏരിയ എടുക്കും, അതിലൂടെയുള്ള ഫ്ലക്സ് കാണും. ടോട്ടൽ ഫ്ലക്സ് കാണാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. നമ്മൾ ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ, ടോട്ടൽ ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. അതിൽ ഈ സ്റ്റെപ്പ് തന്നെ ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ്. ഇതൊക്കെ നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ്. എന്തായിരുന്നു ചാർജ് എൻക്ലോസ്ഡ്? ഇതിനകത്തുള്ള മൊത്തം ചാർജ് ആയിരുന്നു ക്യൂ. എന്തായിരുന്നു ചാർജ് എൻക്ലോസ്ഡ്? ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ ഈ സ്ഥലത്ത് വരുന്ന ചാർജാണ് വേണ്ടത്. ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജാണ് വേണ്ടത്. അപ്പോൾ ഈ ചാർജ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ചാർജ് എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ നേരത്തെ ഗോസിയൻ സർഫസ് ഔട്ട്സൈഡ് ആയിരുന്നു. ഗോസിയൻ സർഫസ് ഔട്ട്സൈഡ് ആയതുകൊണ്ട് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്നാണ് ഈ മൊത്തം ചാർജ് തന്നെ. പക്ഷെ ഇപ്പോൾ ഗോസിയൻ സർഫസ് ഉള്ളിലായതുകൊണ്ട് ചാർജ് എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സ്ഥലത്ത് വരുന്ന ചാർജാണ് വേണ്ടത്. ഈ സ്ഥലത്തുള്ള ചാർജിനെയാണ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ചാർജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തുള്ള ചാർജാണ് വേണ്ടത്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ഇങ്ങനെയല്ലേ, റോ ഈക്വൽ Q/V അല്ലേ. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എടുക്കുക. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് V റോ വരും. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഏത് ചാർജാണ്? ഈ സ്ഥലത്തുള്ള ചാർജ് അല്ലേ, ഈ സ്ഥലത്തുള്ള ചാർജ് അല്ലേ, ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വോളിയം എടുത്താൽ മതി, ഫുൾ വോളിയം എടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് സ്മോൾ ആറാണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ സ്മോൾ r ക്യൂബ് തന്നെ എടുക്കണ്ടേ ഇൻറ്റു റോ. കാരണം ഈ സ്ഥലത്ത് വരുന്ന ചാർജിനെയാണ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ റേഡിയസ് ആയിട്ട് സ്മോൾ ആർ തന്നെ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എത്രയാണ്? 4/3 പൈ സ്മോൾ r ക്യൂബ് റോ ആവും. 4 പൈ ക്യാൻസൽ, r² r ക്യൂബും കട്ട് ചെയ്ത ഒരു r ഇവിടെ ബാക്കി. സോ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സ്മോൾ r ഒരു r ബാക്കിയുണ്ട്, സ്മോൾ r റോ ബൈ 3/ε0. സോ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. ഔട്ട്സൈഡ് എങ്ങനെയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r², ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആയിരുന്നു. ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിലേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെ r കുറയുന്നതിന് ഈ സ്മോൾ r കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയും. സെൻറ്ററിലെത്തിയാൽ പിന്നെ സ്മോൾ r ഇല്ല, സെൻറ്റർ മുതലല്ലേ സ്മോൾ r അളക്കുന്നത്. അപ്പോൾ സെൻറ്ററിലെത്തിയാൽ പിന്നെ സ്മോൾ r എത്തിയാൽ 0, സ്മോൾ r 0 ആയാലും ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുക സെൻറ്ററിലാണ്. സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് വരുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് കൂടും. കാരണം r കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടുകയാണ്. അങ്ങനെ സർഫസ് വരെ കൂടും, സർഫസിലായിരിക്കും മാക്സിമം. ഇനി ഔട്ട്സൈഡിൽ എത്തിയാൽ നമ്മൾ പഠിച്ചെന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². പിന്നെ r കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയുക ഔട്ട്സൈഡ്. ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. അപ്പോൾ സർഫസ് വരെ r ഇങ്ങനെ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡും ഇൻക്രീസ് ആവും സർഫസ് വരെ. പിന്നെ ഔട്ട്സൈഡിൽ എത്തുമ്പോൾ ഫോമുല മാറി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ് എങ്ങനെ വരും? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ r, ഇവിടെ ക്യാപിറ്റൽ r ഉദ്ദേശിക്കുന്ന സർഫസ് ആണ്. ഇവിടെ നിന്ന് മുതൽ നമ്മൾ ക്യാപിറ്റൽ r എത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ക്യാപിറ്റൽ r ഇതിൻ്റെ റേഡിയസ് അല്ലേ, സർഫസിലെത്തി. അപ്പോൾ അവിടെ വരെ സർഫസ് വരെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. സോ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സർഫസിലെത്തുമ്പം ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവും. പിന്നെ ഔട്ട്സൈഡിൽ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. ഔട്ട്സൈഡിൽ r കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയുക, കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പോൾ ഗ്രാഫ് ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ കുറയുക. ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ് ഔട്ട്സൈഡിൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്? മാക്സിമം സർഫസിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും മാക്സിമം. ഇതാണ് ഒരു നോൺ കണ്ടക്റ്റിംഗ് സോൾഡ് സ്ഫിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുലാസ്. കണ്ടക്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഹോളോ സ്ഫിയർ പോലെ, കണ്ടക്റ്റിംഗ് ആകുമ്പോൾ സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവൂ. അപ്പോൾ സിഗ്മ വെച്ചാൽ ചെയ്യേണ്ട, സർഫസ് ചാർജ് ഡെൻസിറ്റി വെച്ചിട്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഹോളോ സ്ഫിയർ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ അതേ ഫോമുലാസ്. കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ. നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആകുമ്പോൾ ഇത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആവുക, സർഫസിലും ചാർജ് ഉണ്ടാവും, ഉള്ളിലും ചാർജ് ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയൊക്കെയാണ്. അടുത്തത് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ, ലാസ്റ്റ് ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ്
നോൺ കണ്ടക്റ്റിംഗ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. നോൺ കണ്ടക്റ്റിംഗ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റാണ്. സോ ഇതൊരു പ്ലെയിൻ ഷീറ്റാണ്. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഇതിലാണ് ചാർജ് ഉള്ളത്. ഓക്കെ, സോ ഇത് ഷീറ്റ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ. ഇപ്പോൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റായി, തിൻ ഷീറ്റായത് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സർഫസ് ചാർജ് സിഗ്മ തിൻ ഷീറ്റ് അല്ലേ, അപ്പോൾ സിഗ്മ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അനുയോജ്യമായ എന്തെടുക്കണം? ഗോസിയൻ സർഫസ്. ഇവിടെ അനുയോജ്യമായ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ആണ്. ഈ സിലിണ്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. സിലിണ്ടറിൻ്റെ പകുതി അപ്പുറവും പകുതി ഇപ്പുറവും. സിലിണ്ടർ ഇതിനുള്ളിൽ കൂടെ പെനട്രേറ്റ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, ഈ ഷീറ്റിൻ്റെ ഉള്ളിലൂടെ ഈക്വലായിട്ട് അപ്പുറം ഇപ്പുറം ഈ സൈഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് സിലിണ്ടർ ഉള്ളത്. ഈ സിലിണ്ടറാണ് ഇവിടുത്തെ ഗോസിയൻ സർഫസ്. ഇതാണ് ഇവിടുത്തെ ഗോസിയൻ സർഫസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇങ്ങനെ എടുക്കാം എവേ ആയിട്ട്. ഇവിടെ നമ്മളിങ്ങനെ ഏരിയ വെക്ടർ വരയ്ക്കുക. ഏരിയ വെക്ടർ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് വരും. ഏരിയ വെക്ടർ ഇങ്ങനെ വരും. ഇവിടെയും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടർ സെയിം ഡയറക്ഷൻ. അപ്പോൾ തീറ്റ 0. അപ്പോൾ ഈ ഭാഗത്തൂടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇതിനകത്തൂടെ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യൂല. ഇതിലൂടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് കാണുമ്പോൾ ഈ ഏരിയ എടുത്താൽ മതി. ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഷീറ്റ് ആയതുകൊണ്ട് ഇതിലൂടെയും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഉണ്ടാവും. ഏരിയ വെക്ടർ വരയ്ക്കും എങ്ങനെയാണ്? ഏരിയ വെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക്. അപ്പോൾ ഈ ഭാഗത്തും ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിൽ വരും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ്, ഇതിലൂടെ പോയ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, ഇതിലൂടെ പോയ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോർമുല EdS cos θ. ഇവിടെ ഏരിയ ആയിട്ട് മൊത്തം എ തന്നെ അങ്ങ് എടുത്തോ. അപ്പോൾ ഈ DS ഒന്നും എടുക്കണ്ട, സ്മോൾ ഏരിയ ഒന്നും വേണ്ട. ഇതൊരു മൊത്തം ഏരിയ എ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഫ്ലക്സ് എത്രയാ? DS വരെ EA cos θ. θ 0 ആണ്. അപ്പോൾ cos 0 1. അപ്പോൾ ഇവിടെ പോയ ഫ്ലക്സ് EA വരും. അപ്പോൾ ഈ സിലിണ്ടറിലൂടെ പോയ ഫ്ലക്സ് എത്രയാ? EA. അവിടെ EA ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെയും വരും EA, അതേപോലെ ഇവിടെയും വരും. ഓക്കെ, സോ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ഇവിടുത്തെ ഗോസിയൻ സർഫസ് ആരാണ്? സിലിണ്ടർ. അപ്പോൾ ആ സിലിണ്ടറിലൂടെ പോയ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇവിടെ EA, ഇവിടെ EA. സോ EA പ്ലസ് EA, സോ 2EA വരും. ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഇതിലൂടെ പോയ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഇനി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് ഗോസസ് തിയറം എന്താ പറയുന്നത്? ഗോസ് തിയറം പ്രകാരം ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നാണ്. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഏത് ചാർജാണ്? ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ്. പറയാം, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്ര? 2EA. ഇത് 2EA ആണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സിലിണ്ടർ. 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ്. ഇവിടെ ഏതാണ് ചാർജ് എൻക്ലോസ്ഡ്? ചാർജ് എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജാണ്. ഗോസിയൻ സർഫസ് ഇതിൻ്റെ ഈ ഭാഗത്തൂടെ ഇതിലൂടെ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോയതാണ്. ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇതേ ഏരിയ തന്നെ ഇവിടെ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസ് കവർ ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ് ഈ ഭാഗത്തുള്ള ചാർജിനെയാണ്. അല്ലാതെ ഈ ഷീറ്റിലുള്ള ഫുൾ ചാർജ് ഒന്നും വേണ്ട. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഇവിടെയും വരും. ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജിനെയാണ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചാർജ് എൻക്ലോസ്ഡ്. ഇതിൻ്റെ ഏരിയ A തന്നെയാണ്. ഇത് ഷീറ്റാണ്. ഷീറ്റായതുകൊണ്ട് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് സിഗ്മ എടുക്കാം നമുക്ക്. സിഗ്മ = Q/A എന്നാണ്. ഇതിൻ്റെ അകത്തുള്ള ചാർജ് എത്രയാണ്? ഇതിൻ്റെ അകത്തുള്ള ചാർജിനെയാണ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് Q/ ഇതിൻ്റെ ഏരിയ എത്രയാണ്? ഈ ഏരിയ തന്നെയല്ലേ ഇവിടെ വരിക? Q/A. സോ ചാർജ് എൻക്ലോസ്ഡ് എത്ര വരും? സിഗ്മ A എന്ന് വരും. സോ ഈ ചാർജ് എൻക്ലോസ്ഡിന് പകരം ഇതിന് പകരം സിഗ്മ A എന്ന് കൊടുക്കാം.
സോ എ ക്യാൻസൽ. ദർഫോർ ഇലക്ട്രിക് ഫീൽഡ് വരിക 2 അങ്ങോട്ട് പോയാൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 വരും. ഇതാണ് ഒരു യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്ടിങ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇത് ഞാൻ മുന്നൊരിക്കൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇത്രയും സമയം നമ്മൾ പഠിച്ച ഇലക്ട്രിക് ഫീൽഡൊക്കെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിനോമിനേറ്ററിൽ R² ഒക്കെ വന്നിരുന്നു. ഇവിടെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആറില്ല. എന്നാൽ എത്ര ഡിസ്റ്റൻസിലായാലും ഇലക്ട്രിക് ഫീൽഡ് ഇത് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആളാണ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഷീറ്റ് ഓഫ് ചാർജ്, ഒരു ഷീറ്റ്, ചാർജുള്ള ഷീറ്റ് വരിക, അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അത് തന്നെ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇനി അഥവാ ഇത് നോൺ കണ്ടക്ടിങ് ഷീറ്റ് എന്നല്ലേ പറഞ്ഞത്, ഇതൊരു കണ്ടക്ടിങ് ഷീറ്റ് ആണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് കേട്ടോ ഇക്വേഷൻ. ഷീറ്റ് കണ്ടക്ടിങ് ആണെങ്കിൽ, കണ്ടക്ടിങ് ഷീറ്റ് ആണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. നോൺ കണ്ടക്ടിങ് ഷീറ്റ് ആണെങ്കിൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല. നമ്മൾ ചെയ്തത് നോൺ കണ്ടക്ടിങ് ഷീറ്റിൻ്റെതാണ്. അത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ എത്ര ഡിസ്റ്റൻസിലായാലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള 2 ഷീറ്റ് വെച്ചാലോ? ഇങ്ങനെയുള്ള 2 ഷീറ്റ് നമ്മൾ വെച്ചു. ഇവിടെ ഒരു ഷീറ്റ് വെച്ചു, ഇവിടെ വേറൊരു ഷീറ്റ് വെച്ചു. ഇങ്ങനെ പാരലായിട്ട് അറേഞ്ച് ചെയ്തു. പാരലായിട്ട് ഇങ്ങനെ 2 ഷീറ്റ് വെച്ചു. ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ 1, ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ 2. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ എന്ന് വെച്ചാൽ ചാർജ് ബൈ ഏരിയ. ഇതിൻ്റെ അപ്പോൾ ചാർജ് ഒന്നും പ്രത്യേകിച്ച് കാണിക്കണ്ട. സിഗ്മ ഇവിടെ മാർക്ക് ചെയ്താൽ അർത്ഥം എന്താ? ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി അത് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ അത്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ബൈ ഏരിയ ആണ് Q ബൈ A ആണ് സിഗ്മ 1. ഇതിൻ്റെ Q ബൈ A ആണ്. അപ്പോൾ ഇതിനകത്ത് Q ഉണ്ടെന്ന് അർത്ഥം. Q ബൈ A ആണ് സിഗ്മ 2. രണ്ടും പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അർത്ഥം രണ്ടിലുള്ളത് പോസിറ്റീവ് ചാർജാണെന്ന് അർത്ഥം. ഇവിടെ ഞാൻ റീജിയൻ 1 എഴുതി, ഇവിടെ റീജിയൻ 2 എഴുതി, റീജിയൻ 3. ഈ 3 റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവാണ്. റീജിയൻ 1 രണ്ടിലും പോസിറ്റീവ് ചാർജ് ആണല്ലോ. ഈ ഷീറ്റിൻ്റെ ഫീൽഡ് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫീൽഡ് അവേ ആയിരിക്കും. E1 ഫീൽഡിൻ്റെ ഫോമിൽ ഒരു ഷീറ്റിൻ്റെ ഫീൽഡ് എത്രയാണ്? നോൺ കണ്ടക്ടിങ് ഷീറ്റിൻ്റെ ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ. അപ്പോൾ ഇത് സിഗ്മ 1 ആയതുകൊണ്ട് സിഗ്മ 1 ബൈ 2 എപ്സിലോൺ. സിഗ്മ എന്ന് വെച്ചാൽ ചാർജ് ബൈ ഏരിയ ആണ് സിഗ്മ. ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഇതും പോസിറ്റീവ് ചാർജാണ്. ഈ ഷീറ്റ് ഇവിടെ ഉള്ളത് വിഷയമൊന്നുമല്ല. ആ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയും ഉണ്ടാവും. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് അവേ E2. അതും സിഗ്മ ബൈ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും. 2 ഇലക്ട്രിക് ഫീൽഡ് സെയിം ഡയറക്ഷനിൽ വരും. സെയിം ഡയറക്ഷനിലാണെങ്കിൽ ടോട്ടൽ കാണാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റീജിയൻ 1 ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര വരും? ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0 വരും. അപ്പോൾ 1 ബൈ 2 എപ്സിലോൺ 0 ടേക്ക് ഔട്ട് സൈഡ്, സിഗ്മ 1 പ്ലസ് സിഗ്മ 2 വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻ റീജിയൻ 1. റീജിയൻ 2 നോക്കൂ, ഇത് പോസിറ്റീവ് ഷീറ്റ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് അവേ. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0. ഇതിൽ നിന്ന് അവേ, അതും പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അതിൽ നിന്ന് അവേ ഇങ്ങോട്ടായിരിക്കും. സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0 വരും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് രണ്ടും ഈക്വൽ ആണെങ്കിൽ ക്യാൻസൽ ആവും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒന്നൊന്ന് മറ്റേത് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. സോ സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0 മൈനസ് സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0 വരും. സോ 1 ബൈ 2 എപ്സിലോൺ 0 ടേക്ക് ഔട്ട് സൈഡ്, സിഗ്മ 1 മൈനസ് സിഗ്മ 2 വരും. റീജിയൻ 3 റീജിയൻ 3 ഇത് പോസിറ്റീവ് ഷീറ്റാണ്. പോസിറ്റീവ് ഷീറ്റ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് അവേ അങ്ങോട്ട് വരും. സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0. ഈ ഷീറ്റും പോസിറ്റീവാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവേ അങ്ങോട്ടേക്ക് വരും. സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0. അപ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ റീജിയൻ 3 2 ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1 ബൈ ഇതുപോലെ 1 ബൈ 2 എപ്സിലോൺ 0 പുറത്തെടുത്താൽ രണ്ടും ആഡ് ചെയ്യുമ്പോൾ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 വരും. റീജിയൻ 3 ഇലക്ട്രിക് ഫീൽഡ് കിടക്കുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. റീജിയൻ 1 ഇത് കിടക്കുന്നത് നെഗറ്റീവ് എക്സ് ആക്സിലാണ്. അപ്പോൾ ഇതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 1ഉം 3ഉം.
അതുകൊണ്ട് വേണമെങ്കിൽ ഒരു മൈനസ് ഇവിടെ ഇടാം. ഇത് മൈനസ് ഐ ക്യാപ്പ് കൊടുക്കുക, നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇത് പ്ലസ് ഐ ക്യാപ്പ് കൊടുക്കുക, പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇതിൽ ലെറ്റ് σ1 ഈക്വൽ ടു σ2 ഈക്വൽ ടു സിഗ്മ പ്ലസ് സിഗ്മ, രണ്ടും പോസിറ്റീവ് ചാർജ് ആണ്. ഇതിൻ്റെ ക്യൂ ബൈ എയും സിഗ്മ ചാർജ് ബൈ ഏരിയയും ഇതിൻ്റെ ക്യൂ ബൈ എ ചാർജ് ബൈ ഏരിയ രണ്ടും സെയിം ആണെന്ന് ചോദിച്ചാൽ സിഗ്മ രണ്ടിനും സെയിം ആണ്. അപ്പോൾ ഈ ഫോമിൽ എന്താവും? ഇതിന് വരെ സിഗ്മ, ഇതിന് വരെ സിഗ്മ, സിഗ്മ പ്ലസ് സിഗ്മ 2 സിഗ്മ വരും, 2 സിഗ്മ വരും. അതിൽ 2 ഉം 2 കട്ടാവും. അപ്പോൾ റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് എന്താവും? 2 2 കട്ടാൽ ഇവിടെ 2 സിഗ്മ, 2 2 കട്ടായി, സിഗ്മ ഇവിടെ ബാക്കിയുണ്ടാവും. അപ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 വരും. മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് കൊടുക്കാം. റീജിയൻ 2 ഇത് രണ്ടും ഈക്വൽ ആയാൽ സിഗ്മ മൈനസ് സിഗ്മ വരും. അപ്പോൾ അത് 0 ആവും. റീജിയൻ 2 ഇലക്ട്രിക് ഫീൽഡ് 0 ആവും. റീജിയൻ 3 സിഗ്മ പ്ലസ് സിഗ്മ വരും, 2 സിഗ്മ വരും. അപ്പോൾ 2 2 കട്ടായി, ബാക്കി സിഗ്മ ബൈ എപ്സിലോൺ 0 വരും. സിഗ്മ ബൈ എപ്സിലോൺ 0 വരും റീജിയൻ 3. ഇനി ഇങ്ങനെയാണെങ്കിലോ, ലെറ്റ് σ1 ഈക്വൽ ടു പ്ലസ് സിഗ്മ, σ2 ഈക്വൽ ടു മൈനസ് സിഗ്മ. അങ്ങനെ ആയാലോ? അതിൻ്റെ അർത്ഥം രണ്ടിൻ്റെയും ക്യൂ ബൈ എ, ഇത് സിഗ്മ എന്ന് വെച്ചാൽ ക്യൂ ബൈ എ, ക്യൂ ബൈ എ. സിഗ്മ രണ്ടിനും ഈക്വലാണ്, അതാണ് ക്യൂ ബൈ എ രണ്ടിനും ഈക്വലാണ്. പക്ഷെ ഒന്നിൽ പോസിറ്റീവ് ചാർജോ ഒന്നിൽ നെഗറ്റീവ് ചാർജോ, അതാണ് ഇതിൻ്റെ മീനിങ്. ഒന്നിൽ പോസിറ്റീവ് ചാർജോ, രണ്ടിൻ്റെയും സിഗ്മ സെയിം ആണ്, ക്യൂ ബൈ എ ചാർജ് ബൈ ഏരിയ രണ്ടിനും സെയിം ആണ്, പക്ഷേ സർഫസ് ചാർജ് അനുസരിച്ച് സെയിം ആണ്. പക്ഷെ ഒന്നിൽ പോസിറ്റീവ് ചാർജ് ആണ്, ഒന്നിൽ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇതിന് പകരം സിഗ്മ, ഇതിന് പകരം മൈനസ് സിഗ്മ. അപ്പോൾ സിഗ്മ മൈനസ് സിഗ്മ ആവും, അപ്പോൾ അത് 0 ആവും. അപ്പോൾ റീജിയൻ 1 0 ആവും. റീജിയൻ 2 1/2 എപ്സിലോൺ 0. ഇത് റീജിയൻ 2 σ1 സിഗ്മ മൈനസ് σ2 എന്ന് പറയുന്നത് മൈനസ് സിഗ്മ അല്ലേ? അപ്പോൾ ഇത് 2 സിഗ്മ ആവും. സിഗ്മ പ്ലസ് സിഗ്മ ആവും, 2 സിഗ്മ, 2 2 കട്ടാവും. അപ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 വരും റീജിയൻ 2. റീജിയൻ 3 ഇതിന് പകരം സിഗ്മ, ഇതിന് പകരം മൈനസ് സിഗ്മ, സിഗ്മ മൈനസ് സിഗ്മ വരും. അപ്പോൾ 0 ആവും. അപ്പോൾ റീജിയൻ 1 3 0 വരും. 2 റീജിയൻ 2 സിഗ്മ ബൈ എപ്സിലോൺ 0 ആവുക. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.